അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ യുരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ളവരെ, സൂറത്തു സുഖ്റൂഫിലെ 9 മുതൽ 14 വരെയുള്ള സൂക്തങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ദൈവനിഷേധികളായ ആളുകളുടെ സമീപനത്തെക്കുറിച്ചുള്ള സാഹചര്യമാണ് ഈ ഭാഗത്ത് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിക്കാതിരിക്കുന്നത് എത്രമാത്രം വലിയ വിഡ്ഢിത്തവും ഗുരുതരവുമായ പാപമാണ് എന്ന് വളരെ യുക്തിഭദ്രമായി അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇവിടെ. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. അവരോട് ചോദിച്ചാൽ, സഅല ചോദിക്കുക, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരെന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്ന അവർ പറയുക തന്നെ ചെയ്യും, ഖലഖഹുന്ന അൽ അസീസുൽ അലീം, പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ ഒരുവനാണ് അവയെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന അടിസ്ഥാന കാര്യം അവർ അംഗീകരിച്ചിരുന്നു. എന്നാൽ അതോടൊപ്പം അള്ളാഹുവെ കൂടാതെ ഇതര ദൈവങ്ങളെയും അവർ വിശ്വസിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുകയുമൊക്കെ ചെയ്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ ഈ നിലപാട് എത്രമാത്രം വലിയ വീഴ്ചയാണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് തുടർന്നുള്ള സൂക്തങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹദ, നിങ്ങൾക്കായി ഭൂമിയെ തൊട്ടിലാക്കി തന്നവനാണവൻ. വ ജഅല ലക്കും ഫിഹാ സുബുല ലഅല്ലക്കും തഹ്തദൂൻ, അതിൽ പാതകൾ ഒരുക്കി തന്നവനും അവനാണ്, നിങ്ങൾ വഴിയറിയുന്നവരാകാൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയെ ശയ്യയാക്കി തന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂമി നിങ്ങൾക്കൊരു വിരിപ്പാണ്. ഇവിടെ മഹദ് തൊട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ശിശുവിൻ്റെ സുഖകരമായ വിശ്രമസ്ഥലമാണ് തൊട്ടിൽ. അന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മഹാഗോളമാണ് ഭൂമി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ശാസ്ത്രീയപരമായി അതിൻ്റെ തെളിവുകളും അതിൻ്റെ ചലനങ്ങളുമൊക്കെ പഠിച്ചവരാണ് നമ്മളെല്ലാവരും. മണിക്കൂറിൽ 1000 മൈൽ വേഗത്തിൽ അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു മണിക്കൂറിൽ 66,600 മൈൽ വേഗത്തിൽ ഭ്രമണപഥത്തിൽ അതിൻ്റെ സഞ്ചാരമുണ്ട്. ഭൂമിക്കുള്ളിൽ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അഗ്നിയിൽ ശിലകൾ ഉരുകുകയും അത് ഇടയ്ക്കിടെ അഗ്നിപർവ്വത സ്ഫോടന രൂപത്തിൽ ലാവയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ ഭീകരത കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഭൂമിയിൽ മനുഷ്യർക്കൊരു കുലുക്കവും അനുഭവപ്പെടാതെ സുഖത്തോടെ ശാന്തതയോടെ ഒരു പാർപ്പിടമാക്കി അള്ളാഹു നൽകുന്നു. അതിൽ വളരെ സന്തോഷത്തോടെ മനുഷ്യൻ താമസിക്കുന്നു. ഇങ്ങനെ താമസിക്കുന്ന മനുഷ്യൻ താൻ തൂങ്ങിക്കിടക്കുന്ന ഒരു ഗോളത്തിലാണെന്നും അതിൽ തലകീഴായി തൂങ്ങിക്കിടക്കുകയാണ് എന്ന തോന്നൽ പോലും ഉണ്ടാകുന്നില്ല. മനുഷ്യരായ നമ്മളൊക്കെ അതിൽ ഓടിച്ചാടി നടക്കുമ്പോൾ വെടിയുണ്ടയേക്കാൾ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണ് നമ്മളെന്ന ചിന്ത പോലും നമുക്കില്ല. നിങ്ങൾ അനായാസം ഭൂമിയെ കുഴിക്കുന്നു, അതിൻ്റെ മാറിടം പിളർക്കുന്നു, അതിൻ്റെ ഉദരത്തിൽ നിന്ന് പലവിധ വിഭവങ്ങൾ ശേഖരിക്കുന്നു. അതിൻ്റെ സാധാരണ പ്രയാണം ചിലപ്പോൾ പ്രകമ്പന രൂപത്തിൽ വന്ന് എത്ര രാക്ഷസീയമായൊരു വിനാശശക്തിയാണ് അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. നമ്മുടെ തൊട്ട് മുൻപിൽ വയനാടുണ്ട്. അള്ളാഹു ഒന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തകിടം മറിയുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ മനോഹരമായ ഭൂമി നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ ഒരു തൊട്ടിലാക്കി തന്നവനാണ് അള്ളാഹു. ഇനിയോ വിശാലമായ ഭൂമി, മൈലുകളോളം
വിശാലമായ സ്ഥലത്ത് താൻ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ തിരിച്ചറിയാത്ത രൂപത്തിൽ ഭൂമി അവൻ പരത്തിയില്ല. പർവ്വതങ്ങൾക്കിടയിൽ ഇടുക്കുകളുണ്ട്. അതുപോലെ തന്നെ മലമ്പ്രദേശങ്ങളിലും സമതലങ്ങളിലും നദികൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? മനുഷ്യന് അവൻ്റെ ജീവിതം എവിടെയെന്ന് തിരിച്ചറിയാൻ. പർവ്വതനിരകൾക്ക് ഇടയ്ക്ക് ഒരു വിടവുമില്ലാതെ സ്ഥാപിക്കുകയും ഭൂമിയിലെവിടെയും പുഴകളും നദികളും ഇല്ലാതിരിക്കുകയും ചെയ്താൽ മനുഷ്യൻ ഏത് പ്രദേശത്താണോ ജന്മം കൊണ്ടത് അവിടെ തന്നെ അവൻ ബന്ധിതനായി കഴിയേണ്ടി വരുമായിരുന്നു. എന്നാൽ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നൽകിയത്. ഭൂമിക്കൊരു ലാൻഡ്മാർക്ക്, അടയാളങ്ങൾ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമൂലമാണ് മനുഷ്യരായ നമ്മളൊക്കെ വ്യത്യസ്ത പ്രദേശങ്ങൾ തിരിച്ചറിയുന്നത്. ഒരു ദേശവും ഇതര ദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതും അതിനാലാണ്. മനുഷ്യന് സഞ്ചാരത്തിന് സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അറ്റം കാണാത്ത മരുഭൂമിയിൽ എത്തിപ്പെടുന്നൊരു മനുഷ്യൻ താൻ എവിടെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇത്തരം ലാൻഡ്മാർക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുമായിരുന്നു. അതുകൊണ്ട് ഭൂമിയിൽ അതിന് ആവശ്യമായ തോതിൽ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യസ്ഥാനം പ്രാപിക്കാൻ എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗത്തിലാക്കപ്പെടാൻ. ഭൂമിയിൽ അല്ലാഹു നിങ്ങൾക്ക് പാതകൾ ഒരുക്കി തന്നു. ഇതുകൊണ്ട് രണ്ടാശയമുണ്ട്. ഒന്ന് വഴികളിലൂടെയും വഴി അടയാളങ്ങളിലൂടെയും സഹായത്താലെന്ന്. സ്വന്തം വഴി കണ്ടെത്താനും ഉദ്ദേശിക്കുന്നിടത്ത് ചെന്നെത്താനും മനുഷ്യർക്ക് സാധിക്കും. രണ്ടാമത്തേത് അത്യുദാരനായ അള്ളാഹുവിൻ്റെ ഈ നിർമ്മാണ വൈഭവം കണ്ട് മനുഷ്യർക്ക് സന്മാർഗ ലബ്ധിയുണ്ടാകാൻ, യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കാൻ. അതായത് ഭൂമിയുടെ ഈ സഞ്ചാരം നേരത്തെ വിശദീകരിച്ച രൂപത്തിൽ ഭൂമിക്ക് ഈ ഒരു സംവിധാനം ഒരുക്കിയത് ഏകനായ അള്ളാഹു മാത്രമാണ്. ഒരുപാട് ദൈവങ്ങൾ കൂടിച്ചേർന്ന് പരസ്പരം കൂടിയാലോചിച്ചെടുത്ത തീരുമാനങ്ങളെ അല്ല. ഇതെല്ലാം ചെയ്തവൻ യുക്തിമാനായ ഒരു സർവാധിപനാണെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അള്ളാഹു പറയുന്നു, വല്ലദീ നസ്സല മിനസ് സമാഇ മാഅൻ ബിഖദ്രിൻ ഫഅൻശർനാ ബിഹി ബൽദതൻ മൈത. മാനത്ത് നിന്ന് നിശ്ചിത തോതിൽ വെള്ളം വീഴ്ത്തി തന്നതും അവനാണ്. അഥവാ മഴ വലിയൊരു അനുഗ്രഹമാണ് എന്ന് നമുക്കറിയാം. ഓരോ പ്രദേശത്തിനും ആവശ്യമായ തോതിലാണ് മഴ വർഷിക്കുന്നത്. സൗദി അറേബ്യ ഒരു ഉദാഹരണമാണ്. ഇന്ത്യയിലെ കേരളം മറ്റൊരു ഉദാഹരണമാണ്. ഓരോ പ്രദേശത്തും ഒരുപോലെയല്ല വെള്ളം ലഭിക്കുന്നത്. ഓരോ വർഷത്തിലും അതിൻ്റെ തോതുകൾ വ്യത്യാസപ്പെടുന്നില്ല. ഓരോ പ്രദേശത്തിനും ആവശ്യമായ മഴയുടെ തോത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. യുഗാന്തരങ്ങളായി ഇതേ രീതിയിൽ തന്നെ ഓരോ വർഷവും മഴ ആവർത്തിച്ചു വരുന്നു. ചില വർഷങ്ങളിൽ 2 ഇഞ്ച്, മറ്റു ചില വർഷങ്ങളിൽ 200 ഇഞ്ച് എന്ന തോതിൽ. അത് വ്യവസ്ഥയോട് കൂടിയല്ലാതെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ വല്ലാത്തൊരു അനുഗ്രഹമായിട്ടാണ് മനുഷ്യന് നൽകുന്നത്. അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആല ചത്തുകിടക്കുന്ന ഭൂമിയെ ചൈതന്യവത്താക്കി. ഫൻഷർനാ ബിഹി ബൽദതൻ മൈത കദാലിക തുഖ്റജൂൻ. അവിധം ഒരു നാൾ നിങ്ങളെയും ജീവനേകി പുറത്തെടുക്കും. സൂറത്ത് യാസീനിൽ ഈ ഭാഗം മനോഹരമായിട്ട് വിശദീകരിക്കപ്പെടുന്നുണ്ട്. വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. ഈ ജനത്തിന് വ്യക്തമായൊരു ദൃഷ്ടാന്തമിത, ചത്തുകിടക്കുന്ന ഭൂമി നാം അതിന് ജീവനുള്ളതാക്കി. എന്നിട്ട് അതിൽ ധാരാളം ധാന്യം വിളയിച്ചു. എന്നിട്ട് അതിൽ നിന്നവർ തിന്നുന്നു. പിന്നീട് ഈന്തപ്പനയെക്കുറിച്ചും മുന്തിരിയെക്കുറിച്ചും മറ്റു തോട്ടങ്ങളെക്കുറിച്ചുമൊക്കെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതിലെ നദികളൊഴുക്കി അതിൽ നിന്ന് പഴങ്ങളുണ്ടാക്കി. മനുഷ്യന് ഈ അർത്ഥത്തിൽ വല്ലാത്ത അനുഗ്രഹങ്ങൾ നൽകിയ നാഥൻ എത്ര പരിശുദ്ധൻ. അഫലാ യഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇവിടെ ജലം മുഖേന ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാക്കുന്നത് 2 കാര്യങ്ങൾക്ക് തെളിവാണ്. ഒന്ന്, ഇങ്ങനെ സംഭവിക്കുന്നത് ഏകനായ അള്ളാഹുവിൻ്റെ ശക്തിയാലും ജ്ഞാനത്താലുമാണ്. ഈ ദൈവിക പ്രവൃത്തിയിൽ മറ്റൊരു പങ്കുകാരുമില്ല. മറ്റൊന്ന്, മരണാനന്തരം പുനർജീവിതമുണ്ട് എന്നാണ്. ചത്തുകിടക്കുന്ന ഭൂമിയെ ചൈതന്യമുള്ളതാക്കാൻ കഴിയുന്നൊരു നാഥന് മരിച്ചു കഴിഞ്ഞ മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാനും നിഷ്പ്രയാസം സാധിക്കുമെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു. വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ വജഅല ലക്കും മിനൽ ഫുൽക്കി വൽ അൻആമി മാ തർക്കബൂൻ.
എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ചവനും അവൻ തന്നെ. കപ്പലുകളിലും കന്നുകാലികളിലും നിങ്ങൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയതും മറ്റാരുമല്ല. ഈ ഒരു കൊച്ചു ആയത്തിൽ വലിയൊരു ദൃഷ്ടാന്തം അള്ളാഹു പറയുന്നുണ്ട്. മിൻകുല്ലി ഷൈൻ ഖലഖ്ന സൗജൈൻ ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ എല്ലാ വസ്തുക്കളിലും ഇണകളെ സംവിധാനിച്ചു എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഇണകളില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ജീവിതം അസാധ്യമാകുമായിരുന്നു. മനുഷ്യരിൽ മാത്രമല്ല ഇണകൾ. മനുഷ്യനൊരു നിശ്ചിത പ്രായമെത്തിയാൽ വിവാഹം കഴിക്കണമെന്നും ധാർമ്മിക സദാചാര ജീവിതവുമായി മുന്നോട്ട് പോകണമെന്നും ഇസ്ലാമിൻ്റെ വലിയ അധ്യാപനമാണ്. ഇവിടെ ഇണകൾ എന്നതുകൊണ്ട് മനുഷ്യരിലെ ആണും പെണ്ണും, ജന്തുക്കളിലെ സസ്യങ്ങളിലെയും ഇണകളെക്കുറിച്ചും മാത്രമല്ല. നമ്മൾ പിടയും ചേവലും എന്നൊക്കെ പറയാറുണ്ട്, ആണും പെണ്ണും ഇണകൾ എന്നൊക്കെ. ഇത്തരം ജീവജാലങ്ങളിലല്ലാതെ തന്നെ സ്രഷ്ടാവ് ഒന്നിനെ മറ്റൊന്നിൻ്റെ ജോഡിയായി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ജോഡി സങ്കലനത്തിലൂടെ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാവാൻ അള്ളാഹു സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഒരു ഉദാഹരണം, ചില ധാതുക്കൾ മറ്റു ചിലതിന് ജോഡിയായി വരുന്നുണ്ട്. ചില ധാതുക്കൾ അങ്ങനെ പരസ്പരം ചേരുകയുമില്ല. പരസ്പരം ജോഡിയാകുന്ന ധാതുക്കൾ കൂടി ചേർന്ന് പല പല ഘടനകൾ ഉണ്ടായിത്തീരുന്നു. ഏറ്റവും ലളിതമായൊരു ഉദാഹരണമാണ് ന്യൂട്രറും ഫേസും. രണ്ട് വൈദ്യുതി ജോഡികളാണ്. ഈ വൈദ്യുതി ജോഡികളുടെ പരസ്പര ആകർഷണം അത്ഭുതകരമായ അനേകം പ്രതിഭാസങ്ങളുടെ മാധ്യമമായിത്തീരുന്നു. ഇതൊന്നും അള്ളാഹുവിനല്ലാതെ മനുഷ്യർക്ക് സാധ്യമല്ല. മനുഷ്യൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചെറുതായൊന്ന് ചിന്തിച്ചാൽ എത്ര വലിയ അത്ഭുതമാണ് സ്രഷ്ടാവായ നാഥൻ്റെ സൃഷ്ടിപ്പിലെന്ന് അവന് കണ്ടെത്താൻ കഴിയും. പിന്നീട് അള്ളാഹു കപ്പലിനെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും വാഹനമായി സംവിധാനിച്ചതിനെക്കുറിച്ചാണ്. ഭൂമിയിലെ സൃഷ്ടികളിൽ മനുഷ്യർക്ക് മാത്രമാണ് കപ്പലോട്ടാനും സവാരി ചെയ്യുന്നതിനും മൃഗങ്ങളെ ഉപയോഗിക്കാനും കഴിവേകിയിട്ടുള്ളത്. കേവലം ചുമടുകൾ ചുമക്കുന്ന ഒരു ജീവി എന്നതിനപ്പുറം മനുഷ്യനേക്കാൾ കഴിവുള്ള ധാരാളം മൃഗങ്ങളെ അവന് സഞ്ചാരയോഗ്യമാക്കി കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. മഹാസാഗരത്തിലൂടെ കപ്പലോട്ടാൻ ഒരുക്കിത്തന്നതും അള്ളാഹു മാത്രമാണ്. ഇതൊക്കെ മനുഷ്യന് ചിന്തിക്കാനുള്ള വലിയ ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിനെ വിസ്മരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എത്രമാത്രം വലിയ നന്ദി കെട്ടവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ് ഈ ഭാഗത്ത് വരുന്നത്. തസ്തവോ സൂറത്ത് സുഖ്റുഫിലെ 13-14 സൂക്തങ്ങളിൽ അള്ളാഹു ഇക്കാര്യമാണ് പറയുന്നത്. ലി തസ്തവു അലാ ളുഹൂരിഹി സുമ്മ തദ്കുറു നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി വതഖൂലു. നിങ്ങൾ അവയുടെ പുറത്ത് കയറി ഇരിപ്പുറപ്പിക്കാനാണിത്. അങ്ങനെ നിങ്ങൾ ഇരിപ്പുറപ്പിച്ചാൽ നിങ്ങളുടെ നാഥൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കാനും നിങ്ങൾ ഇങ്ങനെ പറയാനും, സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഞങ്ങൾക്ക് ഇവയെ അധീനപ്പെടുത്തി തന്ന നാഥൻ എത്ര പരിശുദ്ധനാണ്. നമുക്ക് സ്വയം അവയെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. വഇന്ന ഇലാ റബ്ബിന ലമുൻഖലിബൂൻ. തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണ്. നമ്മളെല്ലാവരും വാഹനത്തിൽ കയറുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ചൊല്ലുക എന്നത് സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദകളിലൊന്നാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില പ്രാർത്ഥനകൾ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ സഫരിന ഹാദൽ ബിർരി വത്തഖ്വ വമിനൽ അമലി മാ തർള. അല്ലാഹുമ്മ ഹവ്വിൽ ലനാ അസ്സഫർ വഅത്വിൽ ലനാ അൽബോദ്. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ അൽ ഖലീഫത്തു ഫിൽ അഹ്ലി തുടങ്ങിയ പ്രാർത്ഥന. അള്ളാഹുവെ, ഞാൻ ഈ യാത്രയിൽ നന്മയും ഭക്തിയും നീ തൃപ്തിപ്പെടുന്ന കർമ്മവും തേടുന്നു. അള്ളാഹുവെ, ഞങ്ങൾക്ക് ദൂരമേറിയത് നീ ചുരുക്കിത്തരണം. അള്ളാഹുവെ, നീയാണ് യാത്രയിൽ ഞങ്ങളുടെ കൂട്ടുകാരൻ, കുടുംബത്തിൽ ഞങ്ങളുടെ പ്രതിനിധിയും നീ തന്നെ. അള്ളാഹുവെ, യാത്രയിൽ ഞങ്ങളുടെ സഹയാത്രികനാകണമേ നീ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഞങ്ങളെ പ്രതിനിധാനം ചെയ്യണമേ എന്ന് അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലി ഇങ്ങനെ പറഞ്ഞു: അൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. പിന്നീട് 3 വട്ടം അൽഹംദുലില്ലാ എന്നും 3 വട്ടം അല്ലാഹു അക്ബർ എന്നും ഉച്ചരിച്ചു. അനന്തരം പ്രാർത്ഥിച്ചു: സുബ്ഹാനല്ലാ സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർലി. ഇതിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഒരു ആശയത്തെ പഠിപ്പിക്കുന്നത് സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്നാണ്.
ഒരിക്കൽ അലി റളിയല്ലാഹു പറയാം, ഞാൻ ചോദിച്ചു, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെ ഇസ്ലാമിലേക്ക് മാർഗദർശനം ചെയ്ത അള്ളാഹുവിന് ശുക്ർ, മുഹമ്മദ് നബി അയച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഔദാര്യം ചെയ്യപ്പെട്ട അള്ളാഹുവിന് ശുക്ർ, ഞങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമൂഹത്തിൽ ഉൾപ്പെടുത്തിയതിന് ശുക്ർ, അനന്തരം മേൽപ്പറഞ്ഞ പ്രാർത്ഥനകൾ ചൊല്ലുക എന്ന് റസൂൽ എന്നോട് പഠിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ നാഥനിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവനാണ് എന്ന ഒരു വാചകത്തിന് വലിയ ചില ആശയങ്ങളുണ്ട്. നിശ്ചയം ഒരു നാൾ നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഇവിടെ സയ്യിദ് അബുൽ ആല മൗദൂദ് സാഹിബ് പറയുന്ന വിശദീകരണം ശ്രദ്ധിച്ചു നോക്കൂ. ഏതു യാത്രാവേളയിലും ഇനി ഏറ്റവും വലുതും അന്തിമമായൊരു യാത്രയെ കൂടി നേരിടേണ്ടതുണ്ടെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക എന്നാണ് ഇവിടെ ആശയം. ഏത് വാഹനം ഉപയോഗിച്ചാലും വല്ല അത്യാഹിതവും ആ യാത്രയെ അവൻ്റെ അന്ത്യയാത്രയാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതവസ്ഥയിലും റബ്ബിലേക്കുള്ള മടക്കത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നടക്കണം. മരിക്കുന്നുവെങ്കിൽ തന്നെ പ്രജ്ഞയില്ലാതെ മരിക്കാതിരിക്കാൻ, പ്രയാസമില്ലാതെ നല്ല മനസ്സോടെ മരിക്കാൻ വിശ്വാസിക്ക് സാധിക്കണം. ഇവിടെ അധ്യാപനത്തിൻ്റെ ഒരു ധാർമ്മിക ഫലം കൂടിയുണ്ട്. വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ തികഞ്ഞ ബോധത്തോടെ ഇவ்விധം അള്ളാഹുലേക്ക് മടങ്ങേണ്ടതിനെക്കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യൻ പിന്നീട് വല്ല തമ്മാടിത്തരമോ അക്രമോ അഴിമതിയോ കാണിക്കുമോ? ഇല്ല. സദാചാര ധ്വംസനത്തിനിറങ്ങുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ കള്ളുകുടിക്കാനും ചൂതാട്ട ക്ലബിലേക്ക് പുറപ്പെടുന്ന ഒരാൾക്ക് ഇത്തരം വചനങ്ങൾ ഉരുവിടാൻ കഴിയുമോ? ഇല്ല. ഈ വചനം ഉരുവിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജഡ്ജിക്കോ ഓഫീസർക്കോ തൻ്റെ ജോലിസ്ഥലത്തെത്തിയാൽ അന്യായങ്ങളും അഴിമതിയും നടത്താൻ സാധിക്കുമോ? ഇല്ല. ഒരു പട്ടാളക്കാരന് നിരപരാധിയുടെ രക്തം ചിന്താനും അവശജനങ്ങളുടെ സ്വാതന്ത്ര്യം കൊള്ളയടിക്കാനും സാധിക്കുമോ? ഇല്ല. ഈ പ്രാർത്ഥന മനുഷ്യന് നൽകുന്ന ധാർമ്മികമായ പരിരക്ഷ വളരെ വലുതാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ ശരിയാവണ്ണം പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.